ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ താലൂക്കിൽ പെർളശ്ശേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പെർളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അഞ്ചരക്കണ്ടി പുഴയുടെ കരയിൽ കണ്ണൂർ കൂത്തുപറമ്പ് പാതയ്ക്കരികിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെർളശ്ശേരി ക്ഷേത്രം. ഐതിഹ്യപ്രകാരം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ്. പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ടാണ് ഇവിടത്തെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം. കൂടാതെ തുല്യപ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവ്, ഗണപതി, ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി, നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾ നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിനു മുന്നിലുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രക്കുളം പ്രസിദ്ധമാണ്. ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ കുളം. ധനുമാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടപ്പെടുന്നത്. കൂടാതെ തുലാമാസത്തിൽ സ്കന്ദഷഷ്ഠിയും വിശേഷമാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. വനവാസക്കാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ ഇവിടെ എത്താനിടയായി. ക്ഷേത്രം ദർശിച്ച ശ്രീരാമന് ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ആ ചരിത്രം കൂടെയുണ്ടായിരുന്ന ഹനുമാനോടും ലക്ഷ്മണനോടും പറയുകയും ചെയ്തു. ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിന്റെ പൊരുൾ ചോദിച്ചു. എന്നാൽ ബ്രഹ്മാവിനു അതിന്റെ അർത്ഥം യഥാവിധി പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടാൻ തന്റെ സേനാനിയായ വീരബാഹുവിനോട് പറഞ്ഞു. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായത് പ്രപഞ്ചത്തിൽ സൃഷ്ടി നിലയ്ക്കാൻ കാരണമായി. പിന്നീട് പരമേശ്വരന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യൻ മോചിപ്പിച്ചു. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. കുറച്ചുകാലം അജ്ഞാനവാസത്തിൽ കഴിയേണ്ടി വന്നു. അതനുസരിച്ച് അയ്യപ്പൻകാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിച്ചു. വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ തന്നെ കിണറിനു മുകളിൽ ഫണം കുടയാക്കി പിടിച്ചു അദ്ദേഹത്തെ കാത്തുപോന്നു. അതുകൊണ്ട് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സുപ്രധാന സ്ഥാനം നൽകി പൂജിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ക്ഷേത്ര ദർശനം നടത്തുകയും ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തേണ്ടതിന്റെ ഔചിത്യത്തെക്കുറിച്ച് അയ്യപ്പനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിലിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ആ ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ശ്രീരാമനോട് പറഞ്ഞു. വിഗ്രഹത്തിനായി ശ്രേഷ്ഠമായ ശില കണ്ടെത്താൻ ശ്രീരാമൻ ഹനുമാനെ പറഞ്ഞുവിട്ടു. വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല. ശുഭമുഹൂർത്തം തെറ്റാതിരിക്കാൻ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായി എത്തി. ശ്രീരാമൻ വളയുടെ മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട ഹനുമാൻ വള എടുത്തിട്ട് പ്രതിഷ്ഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. വള തിരിച്ചെടുക്കാനായി ഹനുമാൻ ശ്രമിച്ചപ്പോൾ വള ഇളകിയില്ലെന്ന് മാത്രമല്ല, ഒരു സർപ്പം വന്ന് വളയിലിരുന്ന് എടുക്കരുത് എന്ന് ഫണം കാണിച്ചു കൊടുക്കുകയുമുണ്ടായി. പെരുവളയിൽ സുബ്രഹ്മണ്യ സ്വാമി കുടികൊണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ തുടർന്ന് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതായി അറിയിച്ചു. അങ്ങനെ പെരുവള ഊരി പ്രതിഷ്ഠിച്ചതിനാൽ സ്ഥലം പെരുവളശ്ശേരി എന്നറിയപ്പെട്ടു. കാലാന്തരത്തിൽ അത് പെരളശ്ശേരി എന്ന് രൂപാന്തരം പ്രാപിച്ചു. താൻ കൊണ്ടുവന്ന വിഗ്രഹം ഹനുമാൻ അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു. മർക്കടനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമിരിക്കുന്ന സ്ഥലമായതിനാൽ മർക്കടശ്ശേരി എന്ന് അവിടം അറിയപ്പെട്ടു. ഇന്നും പെർളശ്ശേരി ദർശനം പൂർത്തിയാക്കണമെങ്കിൽ മർക്കടശ്ശേരിയിൽ കൂടി ദർശനം നടത്തണമെന്നാണ് ചിട്ട. സർപ്പപൂജയ്ക്ക് പേരുകേട്ട കോഴിമുട്ടയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. വാർഷിക കൊടിയേറ്റം ഉത്സവം ഇവിടെ ഒരു പ്രധാന ആകർഷണമാണ്. പരമ്പരാഗത ക്ഷേത്ര കലാരൂപങ്ങളായ തായമ്പക, ഇരട്ടത്തായമ്പക, ചാക്യാർകൂത്ത്, പട്ടകം, ഓട്ടംതുള്ളൽ, കഥകളി എന്നിവ ഉത്സവകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. ഈ സമയത്ത് ക്ഷേത്രം സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ഉന്മേഷവും ആത്മീയ ഉന്മേഷവും നൽകും. ക്ഷേത്രക്കുളം എല്ലാ ഭക്തർക്കും വിസ്മയം ഉളവാക്കുന്നു. ഒരു സ്നാനം പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ചതുരാകൃതിയിലുള്ള ഈ കുളത്തിന് 4 വശങ്ങളിൽ നിന്നും കുളത്തിലേക്ക് നയിക്കുന്ന എണ്ണമറ്റ പടികളുള്ള ആകർഷണകമായ വാസ്തുവിദ്യയുണ്ട്. തുലാം സംക്രമ നാളിൽ കാവേരിയിലെ വെള്ളം ക്ഷേത്രക്കുളത്തിലെ കിണറ്റിൽ എത്തുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. വാസ്തുവിദ്യ വൈഭവത്തിനും ഐതിഹ്യങ്ങൾക്കും പേരുകേട്ട ഈ ക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. ക്ഷേത്രം നട തുറക്കുന്നത് പുലർച്ചെ 4 മണിക്കും നട അടയ്ക്കുന്നത് ഉച്ചയ്ക്ക് 12:30-ക്കുമാണ്. വൈകുന്നേരം 4:15 നട തുറന്ന് രാത്രി 8 മണിയോടെ നട അടയ്ക്കും.